ഇന്ന് മാർച്ച് 16 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ വിദേശ ആനിമേറ്റഡ് സിനിമയാണല്ലോ മോവാന 2. സിനിമ ഇപ്പോഴത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ആനിമേറ്റഡ് സിനിമ 2 ഭാഷകളിൽ, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലാണ് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. 1 മണിക്കൂർ 39 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു മലയാളം സിനിമയാണ് ഒരുമ്പെട്ടവൻ. ചിത്രത്തിൽ ജാഫർ ഇടുക്കി, ഇന്ദ്രൻസ്, ജോണി ആന്റണി തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 1-2 ദിവസം മുന്നേ മനോരമ മാക്സിൽ കമ്മിങ് സൂൺ OTT പോസ്റ്റർ വന്ന സിനിമ ഇപ്പോഴത്തെ മനോരമ മാക്സിൽ ഇന്ന് മുതൽ സ്ട്രീം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ആമസോൺ പ്രൈമിന്റെ ഒരു വമ്പൻ ഹിന്ദി സീരീസ് ആണല്ലോ ഫർസി. ഈ സീരീസിന്റെ 2ാമത്തെ സീസണിന്റെ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ സീരീസിന്റെ സ്ക്രിപ്റ്റ് വർക്ക് പൂർത്തിയായെന്നും ഈ വർഷം അവസാനത്തോടെ ഷൂട്ട് ആരംഭിക്കുമെന്നും അടുത്ത വർഷം അവസാനത്തോടെ അതല്ലെങ്കിൽ 2027ഓടെ സീരീസ് OTTയിൽ റിലീസാകുമെന്നൊരു അപ്ഡേറ്റാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത് വലിയ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ ഒരു മലയാളം OTT സീരീസ് ആണല്ലോ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഈ സീരീസിന് ശേഷം ഈ വർഷം ഇനിയും ഒരുപാട് ജിയോ ഹോട്ട്സ്റ്റാർ സീരീസുകൾ റിലീസിനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അടുത്തതായി നിവിൻ പോളി നായകനായ ആദ്യ സീരീസ് കൂടിയ ഫാർമ എന്ന സീരീസ് OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സീരീസ് ഈ അവധിക്കാലത്ത് ഏപ്രിൽ അതല്ലെങ്കിൽ മെയ് മാസത്തോടെ റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ മറ്റൊരു ഹോട്ട്സ്റ്റാർ സീരീസാണ് കേരള ക്രൈം ഫയൽസിന്റെ 2ാമത്തെ സീസൺ. ഈ സീരീസിന്റെ 2ാമത്തെ സീസണും ഈ വർഷം പകുതിക്ക് ശേഷം OTT റിലീസാകും. റോസലിൻ എന്നൊരു ഹൊറർ ത്രില്ലർ മിസ്റ്ററി സീരീസാണ് ഹോട്ട്സ്റ്റാറിന്റെ മറ്റൊരു OTT റിലീസിനൊരുങ്ങുന്ന സീരീസ്. ഈ സീരീസും ഈ വർഷം അവസാനത്തോടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തുടർച്ചയായിട്ടുള്ള 3ാമത്തെ വർഷവും ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് കൈനിറിയ സീരീസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കാം മലയാളം സീരീസുകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്. ഗെറ്റ് സെറ്റ് ബേബി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ഒരു ഉണ്ണി മുകുന്ദൻ സിനിമയാണല്ലോ. സിനിമയുടെ OTT അവകാശങ്ങൾ ഇനിയും ആര് സ്വന്തമാക്കിയെന്ന് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു സർപ്രൈസ് OTT റിലീസാണ് സിനിമയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. ഒരേ സമയം ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത്, മനോരമ മാക്സ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകൾ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ സർപ്രൈസ് റിലീസ് ആമസോൺ പ്രൈമിലൂടെ മാർച്ച് മാസം തന്നെ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഗെറ്റ് സെറ്റ് ബേബി വാർത്തകൾക്ക്.